അവസരങ്ങൾ തേടി നടക്കുന്നവർക്കല്ല, ലഭിക്കുന്ന അവസരങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റുന്നവർക്കാണ് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്ത് ലുമിനാരിയ അക്ഷരോത്സവ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഹർഷ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ പുരസ്കാര ജേതാവും ബ്ലോഗറും കാനന ക്ഷേത്രത്തിന്റെ ശില്പിയുമായ അനിയൻ തലയാറ്റുംപിള്ളയുടെ യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ എന്ന പുതിയ പുസ്തകം ഹർഷ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. പുസ്തകം പൂർണ്ണമാകണമെങ്കിൽ അതിന് ഇങ്ങനെയുള്ള ആസ്വാദനങ്ങൾ അതിനാദ്യം വരുമ്പോൾ അതിൻ്റെ ഒരു മാനം വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പറയുകയാണെങ്കിൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ആ എഴുത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. എഴുത്തിന് കൂടുതൽ സമയം കണ്ടെത്തണം. അത് കഴിയും. അതിനുള്ള കാഴ്ചപ്പാടും അതിനുള്ള നോക്കും ഒന്നാന്തരം ലാംഗ്വേജുമുണ്ട് എന്ന് ഞാൻ പറയുകയത്. എനിക്ക് ഇത് പുസ്തകമാക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഈ എഴുതിയ പ്രോഡക്റ്റ് ഒന്നും ഒരിക്കലും ഏറിപ്പോകുന്നില്ല. എനിക്കതിനെ പറ്റിയൊരു ഭാഗ്യം ആർട്ടിസ്റ്റും പുരിയും സുമംഗലയും ആടമ്പും ശശി തരൂരും സന്തോഷമൊക്കെ പോകുന്നതിന് നമ്മളെ പ്രിയപ്പെട്ട സാഹചര്യം ഈ ഹർഷയും എല്ലാവരും ഇടയിൽ കയ്യൊത്തിയാക്കിയപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേക മാനമാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അക്ഷരോത്സവം കൺവീനർ പ്രൊഫസർ ഡോക്ടർ തോമസ് കറിയ, ഡോക്ടർ അഞ്ജുലിസ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കവി വിനയകുമാർ മാനസ വാക്കും നാക്കും എന്ന കവിത അവതരിപ്പിച്ചു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.